ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായി ഉൽപ്പത്തി പുസ്തകം 46 അധ്യായത്തിന്റെ 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. അനന്തരം ഇസ്രായേൽ തനിക്കുള്ള സകലവുമായി യാത്ര പുറപ്പെട്ടു. ബെർശേബയിൽ എത്തി തന്റെ പിതാവായ ഇസഹാക്കിന്റെ ദൈവത്തിന് യാഗം കഴിച്ചു. ദൈവം ഇസ്രായേലിനോട് രാത്രി ദർശനങ്ങളിൽ യാക്കോബേ യാക്കോബേ എന്ന് വിളിച്ചതിന് ഞാൻ ഇതാ എന്നവൻ പറഞ്ഞു. അപ്പോൾ അവൻ, ഞാൻ ദൈവം ആകുന്നു, നിന്റെ പിതാവിന്റെ ദൈവം തന്നെ. മിസ്രയീമിലേക്ക് പോകുവാൻ ഭയപ്പെടേണ്ട, അവിടെ ഞാൻ നിന്നെ വലിയ ജാതിയാക്കും എന്നരുളി ചെയ്തു. ഞാൻ നിന്നോടുകൂടെ മിസ്രയീമിലേക്ക് പോരും, ഞാൻ നിന്നെ മടക്കി വരുത്തും. യോസേഫ് സ്വന്തം കൈകൊണ്ട് നിന്റെ കണ്ണടയ്ക്കും എന്നും അരുളി ചെയ്തു. പിന്നെ യാക്കോബ് ബെർശേബയിൽ നിന്ന് പുറപ്പെട്ട് ഇസ്രയേലിന്റെ പുത്രന്മാർ അപ്പനായ യാക്കോബിനെ കയറ്റുവാൻ ഫറവോൻ അയച്ച രഥങ്ങളിൽ അവനെയും തങ്ങളുടെ മക്കളെയും ഭാര്യമാരെയും കയറ്റിക്കൊണ്ടുപോയി. തങ്ങളുടെ ആടുമാടുകളെയും കനാൻ ദേശത്ത് വെച്ച് സമ്പാദിച്ച സമ്പത്തുകളെയും കൊണ്ടുപോയി. അങ്ങനെ യാക്കോബും സന്തതികളുമെല്ലാം മിസ്രയീമിൽ എത്തി. അവൻ തന്റെ പുത്രീപുത്രന്മാരെയും പൗത്രീപൗത്രന്മാരെയും തന്റെ സന്തതികളെയൊക്കെയും കൂട്ടി മിസ്രയീമിലേക്ക് കൊണ്ടുപോയി. മൊറേവിയൻ സുവിശേഷ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകനായ കൗണ്ട് സിൻസൻഡോഫ് ഡസൽഡോഫിലെ ഒരു ആർട്ട് ഗാലറിയിൽ വെച്ച് ഞാനിത് നിനക്കായി ചെയ്തു, നീ എനിക്കായി എന്തു ചെയ്തു എന്ന അടിക്കുറിപ്പോടെ കുരിശിൽ കിടക്കുന്ന ക്രിസ്തുവിന്റെ ഒരു ചിത്രം കണ്ട് ആ വരികൾ ധ്യാനിക്കവെയാണ് രക്ഷയിലേക്ക് വന്നത്. 300 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ഒരു കലാകാരനായിരുന്നു ആ ചിത്രം വരച്ചത്. വീണ്ടെടുപ്പുകാരന്റെ മുഖത്തിന്റെ ചിത്രം ആദ്യം താൻ പൂർത്തിയാക്കിയപ്പോൾ ഈ കലാകാരൻ തന്റെ വീട്ടുടമസ്ഥയുടെ ചെറിയ മകളെ വിളിച്ച് ഈ ചിത്രത്തിലുള്ള വ്യക്തി ആരാണെന്ന് അവളോട് ചോദിച്ചു. പെൺകുട്ടി ആ ചിത്രം നോക്കി ഇങ്ങനെ പറഞ്ഞു, ഇതൊരു നല്ല മനുഷ്യനാണ്. താൻ പരാജയപ്പെട്ടു എന്ന് ചിത്രകാരന് മനസ്സിലായി. അവൻ ആദ്യത്തെ രേഖാചിത്രം നശിപ്പിച്ചു. കൂടുതൽ വൈദഗ്ധ്യത്തിനായി പ്രാർത്ഥിച്ച ശേഷം രണ്ടാമത്തെ ശ്രമം പൂർത്തിയാക്കി. അവൻ വീണ്ടും ആ പെൺകുട്ടിയെ അകത്തേക്ക് വിളിച്ച് ആ മുഖം ആരെയാണ് പ്രതിനിധീകരിക്കുന്നതെന്ന് ചോദിച്ചു. ഇത്തവണ വലിയ കഷ്ടത്തിലൂടെ കടന്നുപോകുന്ന ഒരു മനുഷ്യനാണെന്ന് ആ പെൺകുട്ടി ഉത്തരം പറഞ്ഞു. താൻ വീണ്ടും പരാജയപ്പെട്ടു എന്ന് ചിത്രകാരൻ അറിഞ്ഞിട്ട് അവനുണ്ടാക്കിയ രേഖാചിത്രം വീണ്ടും നശിപ്പിച്ചു. ധ്യാനത്തിനും പ്രാർത്ഥനയ്ക്കും ശേഷം അദ്ദേഹം 3ാമത്തെ രേഖാചിത്രം തയ്യാറാക്കി. അത് കഴിഞ്ഞപ്പോൾ 3ാമതും പെൺകുട്ടിയെ വിളിച്ച് അതാരാണെന്ന് ചോദിച്ചു. ഇത്തവണ ആ ചിത്രത്തിലേക്ക് നോക്കി പൊടുന്നനെ പെൺകുട്ടി ഉച്ചത്തിലായി പറഞ്ഞു, ഇത് കർത്താവാണ്. അതുമാത്രമാണ് കർത്താവിന്റെ വരവ് ലോകത്തിന് അർത്ഥവത്തായിരിക്കുന്നത്. ഒരു നല്ല മനുഷ്യൻ വന്നു എന്നല്ല, ജ്ഞാനിയായ ഒരു ഗുരു വന്നു എന്നല്ല, ഒരു മഹാപീഡകൻ വന്നു എന്നല്ല, ദൈവം നമ്മോടൊപ്പം ഉള്ള ഇമ്മാനുവൽ വന്നു എന്നതാണ്. യാക്കോബ് തന്റെ ജീവിതത്തിലെ അതിപ്രധാനമായിട്ടുള്ള യാത്ര ആരംഭിക്കുന്നതിന് മുൻപ് ദൈവം തന്നോടുകൂടെ ഉണ്ട് എന്നുള്ള ധൈര്യം ആ യാത്രയ്ക്കായി തന്നെ ധൈര്യപ്പെടുത്തി. തന്റെ പ്രിയപ്പെട്ട മകൻ യോസേഫ് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെന്നും അവൻ മിസ്രയീമിന്റെ അധിപതിയാണെന്നും യാക്കോബിന് അറിവ് കിട്ടി. കൂടാതെ വരാനിരിക്കുന്ന ക്ഷാമത്തിന്റെ വർഷങ്ങളിൽ അവരെ ജീവനോടെ നിലനിർത്തുവാൻ തന്റെ കുടുംബത്തെ മുഴുവനായും മിസ്രയീമിലേക്ക് വിളിക്കുന്നതായും താൻ കേട്ടു. അവൻ ദീർഘയാത്രയ്ക്കായി ഒരുങ്ങുകയും തന്റെ കുടുംബത്തെ മുഴുവനായും തന്നോടൊപ്പം പുറപ്പെടുവാൻ ഒരുക്കുകയും ചെയ്തു. എന്നിരുന്നാലും തന്റെ കുടുംബത്തിന്റെ ചരിത്രത്തിൽ വളരെ പ്രാധാന്യമർഹിക്കുന്ന സ്ഥലമായ ബെർശേബയിലെത്തിയപ്പോൾ അവൻ അവിടെ തന്റെ പിതാവായി ഇസഹാക്കിന്റെ ദൈവത്തിന് യാഗം കഴിച്ചതായി വായിക്കുന്നു. ഉൽപ്പത്തി 21 അധ്യായത്തിൽ അബ്രഹാം ഇവിടെ ഒരു ബലിപീഠം പണിതതായും പിന്നീട് തന്റെ മകൻ ഇസഹാക്കിനെ ദൈവം സന്ദർശിക്കുകയും തന്നോടുള്ള ഉടമ്പടി ആവർത്തിച്ചതായും നാം ഉൽപ്പത്തി പുസ്തകം 26 അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. ദാൻ മുതൽ ബർശേബ വരെ എന്ന പദപ്രയോഗം സൂചിപ്പിക്കുന്നത് പോലെ
ഈ സ്ഥലം കനാനിന്റെ തെക്കൻ അതിർത്തിയായാണ് കണക്കാക്കിയിരുന്നത്. യാക്കോബ് ഇവിടെ എത്തിയപ്പോൾ അവൻ ദൈവത്തോട് ചോദിക്കാനായി സമയം കണ്ടെത്തി. ഇത് അവന്റെ ആത്മീയ വളർച്ചയുടെ അടയാളമാണ്. അബ്രഹാമും ഇസഹാക്കും പട്ടിണിയിൽ നിന്ന് രക്ഷപ്പെടുവാൻ കുടുംബസമേതം കനാൻ വിട്ടുപോയിരുന്ന അവരുടെ മാതൃകകൾ അവന്റെ മുൻപിലുണ്ടായിരുന്നു. മിസ്രൈമിലേക്ക് താമസം മാറ്റിയപ്പോൾ അബ്രഹാം പ്രശ്നത്തിലായതും സാറയെക്കുറിച്ച് ഫറവോനോട് കള്ളം പറഞ്ഞതും പിന്നീട് ആ കപടം തുറന്നു കാട്ടപ്പെട്ടതുമെല്ലാം താൻ ഓർത്തിരിക്കണം. മറ്റൊരു ക്ഷാമകാലത്ത് അബീമലേക്ക് രാജാവിനെ കബളിപ്പിച്ച് ഗെരാറിലേക്ക് താമസം മാറ്റിയപ്പോഴും ഇതുതന്നെ സംഭവിച്ചു. മറ്റൊരു ക്ഷാമത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ ഇസഹാക്ക് ഗെരാറിലേക്ക് പോയി. അബീമലേക്കിനോട് തന്റെ ഭാര്യ റിബേക്കയെക്കുറിച്ച് കള്ളം പറഞ്ഞു. എന്നാൽ പിന്നെ ഉണ്ടായിരുന്ന ക്ഷാമകാലത്ത് മിസ്രൈമിലേക്ക് പോകരുതെന്ന് അവനോട് വ്യക്തമായി ദൈവം കൽപ്പിച്ചു. കർത്താവ് അവനോട് ഇങ്ങനെ വാഗ്ദത്തം ചെയ്തു, ഈ ദേശത്ത് താമസിക്കാം, ഞാൻ നിന്നോടുകൂടെ ഇരുന്ന് പിന്നെ നിന്നെ അനുഗ്രഹിക്കും, നിനക്കും നിന്റെ സന്തതിക്കും ഈ ദേശമൊക്കെയും തരും, നിന്റെ പിതാവായ അബ്രഹാമിനോട് ഞാൻ ചെയ്ത സത്യം നിവർത്തിക്കും. എന്നാൽ ആ സമയം വരെ ഈ വാഗ്ദത്തം നിറവേറ്റപ്പെട്ടിരുന്നില്ല. തന്റെ കുടുംബത്തിൽ 72 പേർ മാത്രമാണ് ഉണ്ടായിരുന്നത്. എങ്കിലും ശേഖേമിലെ അനുഭവത്തിൽ നിന്ന് അവനൊരു പാഠം പഠിച്ചു. നമ്മുടെ പദ്ധതികൾ ശരിയാണെന്ന് തോന്നുമ്പോഴും അവ ആസൂത്രണം ചെയ്യുന്നതിന് മുൻപ് ദൈവത്തോട് ചോദിക്കുവാൻ അവൻ പഠിച്ചു. വർഷങ്ങൾ നീണ്ട വേർപിരിയലിന് ശേഷം കാണാൻ അതിയായി ആഗ്രഹിച്ചിരുന്ന തന്റെ പ്രിയപ്പെട്ട മകൻ യോസേഫിന് മുൻപിലും ദൈവഹിതത്തിന് പ്രഥമസ്ഥാനം നൽകുവാൻ അവൻ പഠിച്ചു. പ്രായത്തിനനുസരിച്ച് ദൈവിക ജ്ഞാനം വരേണ്ടത് ആവശ്യമാണ്. ദൈവഹിതം ചെയ്യുക എന്ന ഒരേ ഒരു കാര്യം മാത്രമേ ജീവിതത്തിൽ ആവശ്യമുള്ളൂ എന്നറിയാനുള്ള ജ്ഞാനം. യാക്കോബ് തനിക്കും തന്റെ ദൈവത്തിനുമിടയിൽ യാതൊന്നും വരുവാൻ അനുവദിച്ചില്ല. എല്ലായ്പ്പോഴും എന്ന പോലെ തന്റെ ഏറ്റവും വലിയ നിധിയായിരിക്കുമെന്ന ദൈവിക വാഗ്ദത്തത്തെ മുറുകെ പിടിച്ചു. ദൈവിക ദർശനവും ദൈവത്തിന്റെ വ്യക്തമായ മാർഗനിർദ്ദേശവും അദ്ദേഹത്തിന് പ്രതിഫലമായി ലഭിച്ചു. ദൈവഹിതം അന്വേഷിക്കുവാനും അനുസരിക്കുവാനും നമ്മുടെ സ്വന്തം ഇഷ്ടം മാറ്റിവെക്കുമ്പോൾ അവൻ തന്റെ ഇഷ്ടം നമുക്ക് കാണിച്ചു തരും. മിസ്രൈമിലേക്ക് പോകരുത് എന്ന് ഇസഹാക്കിനോട് പറഞ്ഞ അതേ ദൈവം മിസ്രൈമിലേക്ക് പോകുവാൻ ഭയപ്പെടരുത് എന്ന് യാക്കോബിനോട് നിർദ്ദേശിച്ചു. എല്ലായ്പ്പോഴും ദൈവത്തിൽ നിന്ന് ഈ രണ്ടിൽ ഏത് നിർദ്ദേശവും സ്വീകരിക്കുവാൻ നാം തയ്യാറായിരിക്കണം. സാഹചര്യങ്ങൾ മാറുന്നുണ്ടെങ്കിലും ദൈവേഷ്ടം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവന് മാറ്റമില്ലാത്ത വാഗ്ദത്തമുണ്ട്. അവൻ എവിടെ ഇരുന്നാലും ഞാൻ നിന്നോടുകൂടി ഉണ്ടായിരിക്കുകയും നിന്നെ അനുഗ്രഹിക്കുകയും ചെയ്യും എന്ന് കർത്താവ് പറയുന്നു. ഞാൻ നിന്നോടുകൂടി മിസ്രൈമിലേക്ക് പോകാം എന്ന് അവൻ യാക്കോബിനോട് വാഗ്ദത്തം ചെയ്തു. ഇത് ദൈവജനത്തിന്റെ ധൈര്യവും വിശ്വാസവുമാണ്. പാലും തേനും ഒഴുകുന്ന നാട്ടിലേക്കുള്ള യാത്ര തുടങ്ങിയപ്പോൾ മോശ ഒരു കാര്യം മാത്രം ചോദിച്ചു. പുറപ്പാട് പുസ്തകം 33:14 നാം ഇങ്ങനെ വായിക്കുന്നു, അവൻ പറഞ്ഞു, നിന്റെ സാന്നിധ്യം നിന്നോടുകൂടെ പോരും, ഞാൻ നിനക്ക് വിശ്രമം തരും. നിന്റെ സാന്നിധ്യം എന്നോടുകൂടെ വരുന്നില്ലെങ്കിൽ എന്നെ പുറപ്പെടുവിക്കരുതേ എന്നായിരുന്നു മോശയുടെ യാചന. യെശയ്യാവിന്റെ പുസ്തകം 63 അധ്യായത്തിന്റെ 9 വാക്യത്തിൽ ഇങ്ങനെ നാം വായിക്കുന്നു, അവരുടെ കഷ്ടതയിലൊക്കെയും അവൻ കഷ്ടപ്പെട്ടു, അവന്റെ സമ്മുഖ ദൂതൻ അവരെ രക്ഷിച്ചു, തന്റെ സ്നേഹത്തിലും കനിവിലും അവൻ അവരെ വീണ്ടെടുത്തു. പുരാതന കാലത്തൊക്കെയും അവൻ അവരെ ചുമന്നുകൊണ്ട് നടന്നു. നമ്മുടെ കർത്താവ് യേശു സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുൻപ്, ഇതാ ലോകാവസാനം വരെ എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെയുണ്ട് എന്ന് വാഗ്ദത്തം ചെയ്തു. ഹെൻറി ഫ്രാൻസിസ് ലൈറ്റ് 1847 ക്ഷയരോഗം ബാധിച്ച് മരണക്കിടക്കയിലായിരുന്ന സമയത്ത് താൻ എഴുതിയ എബൈഡ് വിത്ത് മീ എന്ന ഗാനം ആലപിച്ചു. വിശ്വപ്രശസ്തമായ ആ ഗാനം കേരളത്തിൽ വന്ന ജർമ്മൻ മിഷണറി വി നാഗൽ മലയാളത്തിലേക്ക് ഇങ്ങനെ പരിഭാഷപ്പെടുത്തുകയുണ്ടായി. ശത്രുഭയമില്ല നീയുണ്ടെങ്കിൽ ലോക കണ്ണീരിനില്ല കൈപ്പൊട്ടും, പാതാളമേ ജയം എവിടെ നിൻ, മൃത്യുമുൾ പോയി ജയം കൂടെ പാർക്കാം. കണ്ണടഞ്ഞിടുമ്പോൾ നിൻ ക്രൂശിനെ കാണിക്ക മേൽ ലോക മഹിമയും, ഭൂമിഥ്യ നിഴൽ ഗമിക്കുന്നിതാ ഭാഗ്യോദയമായി നീ കൂടെ പാർക്കാം.
ദൈവഹിതം ചെയ്യുവാൻ ശ്രമിക്കുന്നിടത്തോളം കാലം ദൈവം നമ്മോടുകൂടെ ഇരിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ ആത്മവിശ്വാസത്തോടെ എടുക്കുവാൻ സാധിക്കും. യാക്കോബിനോടും അവന്റെ പുത്രന്മാരോടൊപ്പം ഉണ്ടായിരിക്കും എന്ന് മാത്രമല്ല, മിസ്രൈമിൽ അവരെ വർദ്ധിപ്പിക്കുമെന്നും ദൈവം അവനോട് വാഗ്ദത്തം ചെയ്തു. തന്റെ ജനം അനേകമായി വർദ്ധിക്കുവാനും ശത്രുക്കളിൽ നിന്ന് സുരക്ഷിതരും ക്ഷാമകാലത്ത് സമൃദ്ധിയായി പരിപോഷിപ്പിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു സുരക്ഷിത സ്ഥലമായി ദൈവം മിസ്രൈമിനെ തിരഞ്ഞെടുത്തു. പക്ഷെ അത് അവരുടെ സ്ഥിരം വീടായിരുന്നില്ല. ആകാശത്തിലെ നക്ഷത്രങ്ങളെപ്പോലെ എണ്ണമറ്റ സന്തതികൾ ഉണ്ടായിരിക്കുമെന്ന് അബ്രഹാമിനോട് ആദ്യം ചെയ്ത വാഗ്ദത്തത്തിന്റെ പൂർത്തീകരണത്തിലേക്കുള്ള ഒരു ചുവടുവെപ്പ് മാത്രമായിരുന്നു ഇത്. പിന്നീട് മിസ്രൈമിലുള്ളവർ അവരെ അടിമകളാക്കുമെന്ന് ദൈവത്തിന് അറിയാമായിരുന്നു. എന്നിട്ടും അവരെ 400 വർഷത്തിനൊടുവിൽ കനാനിലേക്ക് തിരികെ കൊണ്ടുപോകുവാനുള്ള സ്വന്തം പദ്ധതി ദൈവം നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു. ദൈവം തന്റെ ഇഷ്ടം നിറവേറ്റും. എങ്ങനെയെന്ന് നമുക്ക് പ്രവചിക്കുവാൻ സാധിക്കുകയില്ല. ദൈവം നമുക്ക് നല്ലതേ കൊണ്ടുവരികയുള്ളൂ എന്ന വിശ്വാസത്തോടെ മാത്രമേ നമുക്ക് അവന്റെ വാഗ്ദത്തങ്ങൾ സ്വീകരിക്കാൻ സാധിക്കുകയുള്ളൂ. ഒടുവിൽ ദൈവം യാക്കോബിനോടും അവനെ ഈ വാഗ്ദത്ത ദേശത്തേക്ക് തിരികെ കൊണ്ടുവരുമെന്ന് പറഞ്ഞു. 4 നൂറ്റാണ്ടുകൾക്ക് ശേഷം ഒരു വലിയ കുടുംബത്തെ സ്വദേശത്തേക്ക് കൊണ്ടുവരിക എന്നത് മാനുഷികമായി നോക്കിയാൽ തീർച്ചയായും അസാധ്യമായ കാര്യമാണ്. എന്നിട്ടും യാക്കോബും യോസേഫും അത് വിശ്വസിച്ചു. 18 വർഷത്തിന് ശേഷം തന്റെ മരണക്കിടക്കയിൽ തന്റെ മൃതദേഹം തിരികെ കൊണ്ടുപോകുവാനും കനാനിലെ മക്പേലയിൽ സംസ്കരിക്കുവാനും യാക്കോബ് യോസേഫിനോടായി ആവശ്യപ്പെട്ടു. 400 വർഷമായപ്പോൾ മിസ്രൈമിൽ നിന്ന് എന്നേക്കുമായി വിട്ടുപോകുമ്പോൾ തന്റെ അസ്ഥികൾ അവരോടൊപ്പം കൊണ്ടുപോകുവാൻ യോസേഫ് തന്റെ ജനത്തോട് നിർദ്ദേശിച്ചു. ആ കാലയളവിലെല്ലാം അവന്റെ അസ്ഥികൾ ഗോശനിൽ എവിടെയോ കാത്തുസൂക്ഷിച്ചിരുന്നു. ദൈവം തന്റെ വാഗ്ദാനങ്ങൾ പാലിക്കുന്നു എന്നുള്ള നിരന്തരമായ ഓർമ്മപ്പെടുത്തലായിരുന്നു അത്. അവർ അടിമകളായിരിക്കുമ്പോഴും പീഡിക്കപ്പെടുമ്പോഴും ഈ ദൈവിക വാഗ്ദത്തം അവരുടെ വ്യക്തിത്വവും വിധിയും നിർണയിച്ചു. നമ്മുടെ ജീവിതവും ഈ സത്യം പ്രതിഫലിക്കുന്നതായിരിക്കണം. നാം ലോകത്തോട് അനുരൂപപ്പെടാതിരിക്കുവാൻ നാം ആരാണെന്നും നമ്മുടെ ശാശ്വത ലക്ഷ്യസ്ഥാനം ഏതാണെന്നതിനെക്കുറിച്ചും നാം എപ്പോഴും ബോധവാന്മാരായിരിക്കണം. ഒടുവിൽ യോസേഫ് തന്റെ പിതാവിനെ കണ്ടു. നീണ്ട 22 വർഷം മുമ്പ് യോസേഫിന്റെ രക്തം പുരണ്ട അങ്കി കണ്ടപ്പോൾ യാക്കോബ് അതിയായി ദുഃഖിച്ചു. അവൻ പറഞ്ഞു, ഞാൻ ദുഃഖത്തോടെ എന്റെ മകന്റെ അടുക്കൽ പാതാളത്തിൽ ഇറങ്ങുമെന്ന് പറഞ്ഞു. ഇങ്ങനെ അവന്റെ അപ്പൻ അവനെക്കുറിച്ച് കരഞ്ഞുകൊണ്ടിരുന്നു. ഉൽപ്പത്തി 37:35. ഇവിടെ അവൻ പറയുന്നു, നീ ജീവനോടിരിക്കുന്നു എന്ന് ഞാൻ നിന്റെ മുഖം കണ്ടറിഞ്ഞതുകൊണ്ട് ഞാൻ ഇപ്പോൾ തന്നെ മരിച്ചാലും വേണ്ടതില്ല എന്ന് പറഞ്ഞു. എന്നിട്ടും ദൈവം അവനു വേണ്ടി 17 വർഷത്തെ അനുഗ്രഹം കാത്തു സൂക്ഷിച്ചിരുന്നു. വിലാപം സന്തോഷമായി മാറിയിരിക്കുന്നു. നിരാശ യഥാർത്ഥമായ ആശ്വാസമായി തീർന്നിരിക്കുന്നു. നാം ഈ ലോകത്തിൽ നിന്ന് പുറപ്പെടേണ്ട സമയം ദൈവം തീരുമാനിക്കട്ടെ. യോസേഫ് പിതാവിനെ ആർദ്രതയോടെ ആലിംഗനം ചെയ്യുന്ന രംഗമാണ് നാം കാണുന്നത്. മിസ്രൈമിലെ അധികാര ശ്രേണിയിൽ രണ്ടാമനായിരുന്ന മനുഷ്യൻ ഇതാ പരസ്യമായി കരയുകയാണ്. വർഷങ്ങളായി ഉള്ളിൽ അടച്ചൊതുക്കിയ വികാരങ്ങളെല്ലാം ഇപ്പോൾ അണപൊട്ടി ഒഴുകുവാൻ താൻ സമ്മതിച്ചിരിക്കുകയാണ്. കരയുവാനൊരു സമയമുണ്ട്. ആലിംഗബദ്ധരായ തങ്ങളുടെ കരങ്ങൾക്കിടയിൽ കിടന്നുകൊണ്ട് ഈ കൂടിക്കാഴ്ച ജീവിതത്തിലെ പല സംഭവങ്ങളുടെയും പരിസമാപ്തിയാണെന്ന് ഇരുവരും തിരിച്ചറിഞ്ഞു. അവർ തൂകിയ കണ്ണുനീർ കയ്പിന്റേതല്ല, മറിച്ച് അനേക വർഷങ്ങൾ ഉള്ളിൽ അടച്ചുവെച്ച വികാരങ്ങളെ തുറന്നുവിട്ടതിന്റെ പ്രതീകമായി നമുക്ക് കാണാവുന്നതാണ്. യോസേഫ് ജീവിച്ചിരിക്കുന്നു, മരിച്ചിട്ടില്ല. അവൻ മിസ്രൈമിന്റെ അധിപതിയാണ്, നിസ്സഹായനായ അടിമയല്ല. അവൻ യാക്കോബിന്റെ കുടുംബത്തിന് മിസ്രൈമിലെ ഏറ്റവും മികച്ചത് നൽകുന്നു. അവരുടെ താമസത്തിനായി അവൻ ശ്രദ്ധാപൂർവം ആസൂത്രണം ചെയ്യുകയും തന്റെ അടുത്തുള്ളതും എന്നാൽ മിസ്രൈമിൽ നിന്ന് വേർപെട്ടതുമായ ഗോശൻ എന്ന പ്രദേശത്തെ ജ്ഞാനപൂർവ്വം തിരഞ്ഞെടുത്തു. മിസ്രൈമിലാണെങ്കിലും വാസ്തവത്തിൽ അവരിൽ നിന്നും വേർപെട്ടൊരു ജീവിതം. തന്റെ മധ്യസ്ഥ പ്രാർത്ഥനയിൽ പറയുന്ന നമ്മുടെ കർത്താവിന്റെ ഒരു ചിത്രം ഇതാ. യോഹന്നാൻ സുവിശേഷം 17:14 മുതൽ, ഞാൻ അവർക്ക് നിന്റെ വചനം കൊടുത്തിരിക്കുന്നു. ഞാൻ ലൗകികനല്ലാത്തതുപോലെ അവരും ലൗകികന്മാരല്ലായതുകൊണ്ട് ലോകം അവരെ പകച്ചു. അവരെ ലോകത്തിൽ നിന്ന് എടുക്കണം എന്നല്ല, ദുഷ്ടന്റെ കയ്യിൽ നിന്ന് അകപ്പെടാതെ വണ്ണം അവരെ കാത്തുകൊള്ളണം എന്നത്രേ ഞാൻ അപേക്ഷിക്കുന്നത്.
ഞാൻ ലൗകികനല്ലാത്തതുപോലെ അവരും ലൗകികന്മാരല്ല. സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ. നിന്റെ വചനം സത്യമാകും. നീ എന്നെ ലോകത്തിലേക്ക് അയച്ചതുപോലെ ഞാൻ അവരെയും ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നു. അവരും സാക്ഷാൽ വിശുദ്ധീകരിക്കപ്പെട്ടവരാകേണ്ടതിന് ഞാൻ അവർക്ക് വേണ്ടി എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു. ഫറവോന്റെ അടുത്ത് മിസ്രൈമിലെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥനായിരുന്നു യോസേഫ്. അവന്റെ മുഴുവൻ കുടുംബവും ഇപ്പോൾ മിസ്രൈമിൽ സ്ഥിരം താമസമാക്കുവാൻ വന്നിരിക്കുകയാണ്. എങ്കിലും മിസ്രൈം തന്റെ വീടല്ലെന്ന് അവൻ അറിയാമായിരുന്നു. ഈ ലോകത്ത് നാം എത്ര ഉയർന്നാലും കർത്താവിന്റെ ദാസന്മാരാണ്. അവന്റെ ഇഷ്ടമായിരിക്കണം നമ്മുടെ സന്തോഷം. അവന്റെ വാഗ്ദത്തമായിരിക്കണം നമ്മുടെ ലക്ഷ്യവും ഭാഗധേയവും. നാം ഈ ലോകത്ത് ജീവിക്കുമ്പോൾ കർത്താവ് നമുക്കും ഈ വ്യക്തത നൽകുമാറാകട്ടെ. അതിനായി ദൈവം നമ്മെ സഹായിക്കട്ടെ.